ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കുട്ടത്തിൽ രംഗത്ത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സീൽഡ് കവറിൽ രേഖകൾ നൽകിയിരിക്കുന്നത്. ആകെ 9 തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കുവാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതിനുള്ള തെളിവുകൾ പെൻഡ്രൈവിൽ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഗർഭഛിദ്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കുവാനുള്ള രേഖകളാണ് നൽകിയിരിക്കുന്നത്. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കേസിൽ ഒളിവിലുള്ള രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരം വഞ്ചൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു. രാഹുൽ നേരിട്ടെത്തിയാണ് വക്കാലത്തിൽ ഒപ്പിട്ടതെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. മുൻകൂർ ജാമ്യ ഹർജി നൽകാനായാണ് കഴിഞ്ഞ ദിവസം രാഹുൽ തലസ്ഥാനത്തെത്തിയത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നുവെന്നാണ് വിവരം. ഇതിനിടെയാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ലുക്കൌട്ട് സർക്കുലറും പോലീസ് പുറത്തുവിട്ടു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ടേക്ക് പോയി എന്ന കാര്യത്തിൽ അടക്കം വിവരമില്ല. ഇതിനിടയിലാണ് ഇത്തരത്തിൽ സീൽഡ് കവറിൽ കോടതിയിലേക്ക് തെളിവുകളുമായി എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ കുരുക്കായി പെൺകുട്ടിയുടെ മൊഴി പുറത്തു വരുന്നുണ്ട്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല. കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. ഗർഭം ധരിച്ചത് അതിനാലാണെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയതായി ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് 1 മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് നേരത്തെ മൊഴി നൽകിയിരുന്നു. ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22 ക്ഷേത്രത്തിൽ വച്ചാണ്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 4 ദിവസം മാത്രമാണ് ഇവർ ഒരുമിച്ച് താമസിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്. രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായക മൊഴി. രാഹുലുമായി പരിചയപ്പെടുന്നത് വിവാഹബന്ധം ഒഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണെന്നും ഈ യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. വിവാഹിതയ്ക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുമെന്ന രാഹുലിന്റെ വാദത്തിന് എതിരെയാണ് ഈ ഒരു മൊഴി. ഭർത്താവ് ഇരിക്കെയാണ് യുവതി രാഹുലുമായി ബന്ധപ്പെട്ടത് എന്ന ആരോപണം ഉയർന്നിരുന്നു. അതേസമയം യുവതി വിവാഹിതയാണെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നുവെന്ന് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഭർത്താവിന്റെ ഉപദ്രവങ്ങൾ വിവരിച്ചാണ് തന്നോട് സംസാരിച്ചതെന്നും ആ ബന്ധമാണ് വളർന്നതും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ എത്തിയതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആകെ 9 തെളിവുകളാണ് ഇപ്പോൾ രാഹുൽ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഗർഭഛിദ്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയെന്ന് സ്ഥാപിക്കുവാനുള്ള രേഖകളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കുവാൻ പ്രേരിപ്പിച്ചു എന്നുള്ള തെളിവുകളും ഈ പെൻഡ്രൈവിലുണ്ട്. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന സമയങ്ങളിലെല്ലാം ഈ ഭർത്താവ് ഒപ്പമാണ് ഉണ്ടായിരുന്നെന്നും യുവതിയും ഭർത്താവും ഒരുമിച്ചാണ് താമസിച്ചത് എന്നുള്ള തെളിവുകളുമാണ് ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് വിവരം.